ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകളുടെ ഈ 7 രഹസ്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്. തീർച്ചയായിട്ടും എല്ലാ പുരുഷന്മാർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. സാധാരണയായിട്ട് സ്ത്രീക്കും പുരുഷനും ശരീരത്തിൽ വികാരമുണർത്തുന്ന കേന്ദ്രങ്ങളുണ്ട്. ആണിലും പെണ്ണിലും ഇവ വ്യത്യാസപ്പെട്ടുകൊണ്ടാണുള്ളത്. പുരുഷനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ലൈംഗിക അവയവങ്ങളുമായി മാത്രമല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അവർക്ക് ലൈംഗിക ഉണർവ് ഉണ്ടാകുന്നത്. അതിന് പകരമായിട്ട് സ്ത്രീയിൽ ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന ഓരോരോ ഭാഗങ്ങളുണ്ട്. എന്നാൽ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയിൽ ഉണർവ് കൂടുതലുമാണ്. യോനിയിലെ ഭഗസ്നിക എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അത് സ്ത്രീയുടെ ഉത്തേജനത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഉത്തേജിപ്പിക്കുന്ന സ്ത്രീയെ വളരെ പെട്ടെന്ന് തന്നെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. എന്നാൽ യോനിയിൽ വേണ്ടത്ര നനവില്ലാതെ ഈ ഭാഗം ഉത്തേജിപ്പിച്ചാൽ അത് സ്ത്രീകളിൽ പ്രത്യേക തരത്തിലുള്ളൊരു വേദന ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഭഗസ്നിക അല്ലെങ്കിൽ ക്ലീറ്റോറസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉത്തേജിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുക. അവർ തീരുമാനിക്കേണ്ട രീതിയിലേക്ക് എത്തിക്കുക. എപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി എന്ന് സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടത്ര ലൈംഗികപരമായിട്ടുള്ള ഉണർവ് നേടിയതിന് ശേഷം മാത്രമേ പുരുഷന്മാരുടെ ലിംഗം ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഉത്തേജനമാവുന്ന സമയത്ത് അവർ തന്നെ ചില ചേഷ്ടകളിലൂടെയും സൗണ്ടുകളിലൂടെയും നിങ്ങൾക്കത് കാണിച്ചു തരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമേ തന്നെ പുരുഷന്മാർ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. 49% സ്ത്രീകൾക്ക് മാത്രമേ നമ്മൾ ഉള്ളിലോട്ട് ലിംഗപ്രവേശനം ചെയ്യുമ്പോൾ രതിമൂർച്ചയിലെത്താറുള്ളൂ. ബാക്കി വരുന്ന സ്ത്രീകളെല്ലാം തന്നെ പുറമേ ഉള്ള ബാഹ്യലീലകളിലൂടെയാണ് പലപ്പോഴും രതിമൂർച്ച കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ രതിമൂർച്ചയ്ക്ക് ശേഷം പുരുഷൻ ക്ഷീണിതനാകുന്നത് സ്വാഭാവികമാണ്. ഉടൻ തന്നെ മറ്റൊരു സംഭവത്തിന് ഒരുങ്ങുവാൻ വേണ്ടിയിട്ട് അയാൾക്ക് പറ്റില്ല. ഒരു കൗമാരക്കാരനാണെങ്കിൽ മിനിറ്റുകളും, ഒരു 50കാരനാണെങ്കിൽ മണിക്കൂറുകളും അതിനായിട്ട് വേണ്ടി വരും. എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലൊന്നുമില്ല. ഒരു തവണ അവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബന്ധത്തിന് തയ്യാറെടുക്കുന്നതിന് അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വിശ്രമമില്ലാതെ തൊട്ടടുത്ത ഒരു ബന്ധം കൂടി ചെയ്യുന്നതിന് അവർക്ക് താല്പര്യമുണ്ടാകും. അതിനവർക്ക് പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ ക്ലീറ്റോറസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പിന്നെ ഏറ്റവും ഉത്തേജനമുണ്ടാകുന്ന സ്ഥലമെന്ന് പറയുന്നത് തുടയിടുക്കുകളാണ്. 2 തുടയും ചേർത്ത് പിടിച്ചുകൊണ്ട് തുടയിടുക്കുകളിൽ ചുംബിക്കുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം ഇടയ്ക്ക് അവരുടെ കഴുത്തുകളിലും കൂടി ചുംബിക്കുക. അങ്ങനെ മേലെയും താഴെയും മാറി മാറി ചെയ്യുന്നത് അവരെ കൂടുതൽ ഉത്തേജം കൊണ്ട് അവർ പുളകമണിയെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചേഷ്ടകളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു സ്ത്രീയെ തല മുതൽ കാൽ വരെ നമുക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുകയും വളരെ പെട്ടെന്ന് തന്നെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.